ഹലോ നമസ്കാരം. സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി BA സോഷ്യോളജി ഫസ്റ്റ് സെമ്മിൻ്റെ ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജി എന്ന മെയിൻ പേപ്പറിലെ കുറച്ച് ക്വസ്റ്റ്യൻ ആൻസറുകളാണ് ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ എഴുതി അറിയിക്കുക. ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും. അപ്പോൾ പരമാവധി സപ്പോർട്ട് ചെയ്യുക. നോക്കുക നമ്മൾ എന്താണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ, എന്തൊക്കെയാണ് ആൻസറുകളെന്ന്. ക്ലാസ്സിലേക്ക് പോകാം. ഫസ്റ്റ് വരുന്നത് ടൈപ്സ് ആൻഡ് ഫോംസ് ഓഫ് സോഷ്യൽ മൊബിലിറ്റി. ഒന്നുകിൽ എക്സ്പ്ലെയിൻ ദ ടൈപ്സ് ഓഫ് സോഷ്യൽ മൊബിലിറ്റി എന്ന് പറയും, അല്ലെങ്കിൽ വിച്ച് ആർ ദ ഫോംസ് ഓഫ് സോഷ്യൽ മൊബിലിറ്റി എന്നാണ് ചോദിക്കുക കേട്ടോ. അപ്പോൾ ഏതൊക്കെയാണ് സാമൂഹിക ചലനാത്മകത? സോഷ്യൽ മൊബിലിറ്റി മീൻസ് സാമൂഹിക ചലനാത്മകതയാണ്. അതിൽ ഒന്നാമത്തത് എന്താണ്? ലംബ ചലനാത്മകതയാണ്. വെർട്ടിക്കൽ സോഷ്യൽ മൊബിലിറ്റി എന്ന് പറയും. ലംബ സാമൂഹിക ചലനാത്മകത എന്താണ്? ലംബ സാമൂഹിക ചലനാത്മകത എന്നത് ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ ആളുകളുടെയോ ഗ്രൂപ്പുകളുടെയോ ഒരു പദവിയിൽ നിന്ന് മറ്റൊന്നിലേക്കുള്ള മാറ്റമാണ്, ചലനമാണ്. ഒരു പദവിയിൽ നിന്ന് മറ്റൊന്നിലേക്കുള്ള ചലനമാണ്. അത് ഒരു വ്യക്തിയുടെയോ ഗ്രൂപ്പിൻ്റെയോ റാങ്കിൽ മുകളിലേക്കോ താഴേക്കോ മാറ്റം സംഭവിക്കാം. നമ്മൾ ഒരു പദവിയിൽ നിന്ന് ഉയർന്ന പദവിയിലേക്ക് വരാം, നിലവിലുള്ളൊരു ഉയർന്ന പദവിയിൽ നിന്ന് താഴോട്ടും പോകാം, അപൂർവമായ ചില കാരണങ്ങളാൽ. അത് രണ്ടും ഏതിൽ വരും? ഈ ലംബ ചലനാത്മകതയിൽ ഉൾപ്പെടും. അതിൽ വർഗത്തിലോ ജോലിയിലോ അധികാരത്തിലോ ഉള്ള മാറ്റമൊക്കെ പെടും. അതായത് ഒരു വർഗത്തിൽ നമ്മൾ ഉയർന്ന വർഗത്തിലേക്ക് മാറുന്നത്, അല്ലെങ്കിൽ താഴ്ന്ന വർഗത്തിലേക്ക് നമ്മൾ അധപതിച്ചു പോകുന്നത്, അതുപോലെ തന്നെ ഒരു ജോലിയിലാണെങ്കിൽ നമ്മൾ ഉയർന്ന പോസ്റ്റിലേക്ക് നീങ്ങുന്നത്, അതെല്ലാം നമ്മളുടെ എന്തെങ്കിലും പിഴവുകൾ കാരണം നമ്മൾ താഴ്ന്ന പോസ്റ്റിലേക്ക് നമ്മളെ തരം താഴ്ത്തുന്നത്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പണിഷ്മെൻറ്റുകൾ കിട്ടുന്നതൊക്കെ എന്താണ്? ഏത് ലംബ ചലനാത്മകതയിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ്. സോറോക്കിൻ ലംബമായ സാമൂഹിക ചലനാത്മകത നിർവചിക്കുന്നത് ഒരു വ്യക്തിയുടെയോ ഒരു സാമൂഹിക വസ്തുവിൻ്റെയോ ഒരു സമൂഹത്തിലെ സാമൂഹിക തലത്തിൽ നിന്ന് മറ്റൊന്നിലേക്കുള്ള പരിവർത്തനത്തിൽ ഉൾപ്പെടുന്ന ബന്ധങ്ങളെയാണ് അദ്ദേഹം സാമൂഹിക ചലനാത്മകതയായിട്ട് സൂചിപ്പിച്ചത്. ദിശ അനുസരിച്ച് ലംബ ചലനാത്മകതയെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതും ഈ സോറോക്കിനാണ് കേട്ടോ രണ്ടായിട്ട് തരംതിരിച്ചത്. ആരോഹണം അഥവാ സോഷ്യൽ ക്ലൈംബിംഗ് എന്ന് പറയും. എന്താണ് ആരോഹണം അഥവാ സോഷ്യൽ ക്ലൈംബിംഗ്? മേലോട്ട് കയറിപ്പോകുന്നത്. അല്ലെങ്കിൽ അവരോഹണം അഥവാ സോഷ്യൽ സിങ്കിങ്, മുങ്ങിപ്പോകുന്നത്, താഴേക്ക് പോകുന്നത്. അങ്ങനെ രണ്ടായിട്ട് ഇതിനെ തരംതിരിച്ചിട്ടുണ്ട്. വെർട്ടിക്കൽ മൊബിലൈസേഷനെ അല്ലെങ്കിൽ ലംബ ചലനാത്മകതയെ സോറോക്കിൻ തരംതിരിച്ചിട്ടുണ്ട്. മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. പിന്നെ എന്താണ് അതിൻ്റെ പ്രത്യേകത? ഈ ചലനാത്മകത, അതായത് ലംബ മുകളിലേക്കാണെങ്കിലും താഴേക്കാണെങ്കിലും അത് സാമൂഹിക സാമ്പത്തിക തലത്തിൽ സംഭവിക്കാം. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ, സൊറോക്കിനിൻ്റെ അഭിപ്രായത്തിൽ, സ്വത്ത്, വരുമാനം അല്ലെങ്കിൽ പദവി എന്നിവയിൽ നേട്ടം ഉണ്ടാകുമ്പോൾ അത് മുകളിലേക്കുള്ള ചലനാത്മകതയാണ്. എന്നാൽ അത് വിപരീത ദിശയിലേക്കാണ് നീങ്ങുന്നതെങ്കിൽ അതെന്താണ്? അതായത് സ്വത്തിലും ഇതിലൊക്കെ നമുക്ക് താഴോട്ടാണ് നമ്മൾ പോകുന്നതെങ്കിൽ അത് എന്താണ്? താഴോട്ടുള്ള അല്ലെങ്കിൽ അവരോഹണ ചലനാത്മകത എന്നതിനെ അദ്ദേഹം വിശേഷിപ്പിക്കും. അതായത് ലംബ സാമൂഹിക ചലനാത്മകത എന്നത് ഒരു സ്ഥാനത്ത് നിന്ന് മറ്റൊന്നിലേക്കുള്ള മുകളിലേക്കോ താഴേക്കോ ഉള്ള ചലനത്തെയാണ് സൂചിപ്പിക്കുന്നത്. മനസ്സിലായിക്കാണല്ലേ? ഇനി അടുത്തതാണ് എന്ത്? ഹൊറിസോണ്ടൽ സോഷ്യൽ മൊബിലിറ്റി അല്ലെങ്കിൽ തിരശ്ചീനമായ സാമൂഹിക ചലനാത്മകത. തിരശ്ചീനം, നേരെയുള്ളത് നോക്കുക. തിരശ്ചീന ചലനാത്മകത എന്ന് പറയുന്നത് സ്റ്റാറ്റസിൽ മാറ്റമില്ലാതെ ഒരു വ്യക്തിയുടെ സ്ഥാനത്ത് വരുന്ന മാറ്റമാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ്? നമുക്കുള്ള ഒരു ഉയർന്ന പദവിയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ താഴേക്ക് പോകാം, ചിലപ്പോൾ അതിലേ മുകളിലേക്ക് നീങ്ങാമെന്ന് പറഞ്ഞല്ലോ. ഇവിടെ എന്ത് ചെയ്യുന്നില്ല? ആ സ്ഥാനത്തിൽ മാറ്റമൊന്നും സംഭവിക്കുന്നത്. എന്നാൽ വ്യക്തിക്ക് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ട്? ചലനാത്മകത, വ്യക്തി ചലനാത്മകമാകുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ എന്താണ് അവിടെ വരുന്നതെന്ന് നോക്കുക. ഒരു സമൂഹത്തിൽ ഉയർന്നതോ താഴ്ന്നതോ ആയ ഒരു സ്റ്റേറ്റിലേക്കുള്ള അല്ലെങ്കിൽ ഒരു പദവിയിലേക്കുള്ള മാറ്റം ഉൾപ്പെടാത്ത വ്യക്തികളോ ഗ്രൂപ്പുകളോ ഒരു സ്ഥാനത്ത് നിന്ന് മറ്റൊന്നിലേക്ക് നീങ്ങുന്നതാണ് എന്ത്? തിരശ്ചീനമായ ചലനാത്മകത എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതായത് ഒരു സ്റ്റാറ്റസിൻ്റെ പരിധിക്കുള്ളിൽ സ്ഥാനമാറ്റം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ നമ്മൾ ഒരു പട്ടണത്തിൽ നിന്ന് മറ്റൊരു പട്ടണത്തിലേക്ക്, അല്ലെങ്കിൽ ഒരു ഗ്രാമത്തിൽ നിന്ന് മറ്റൊരു ഗ്രാമത്തിലേക്ക്, ഒരു ഫാക്ടറിയിൽ നമ്മൾ എന്ത് തൊഴിലാണോ ചെയ്യുന്നത് അതേ തൊഴിൽ തന്നെ ചെയ്യാൻ നമ്മളെ മറ്റൊരു ഫാക്ടറിയിലേക്ക് മാറ്റുകയാണെങ്കിൽ അത് ചലനാത്മകമാണ്. പക്ഷെ എന്തല്ല? സ്ഥാനത്തിൽ മാറ്റം ഉണ്ടാകുന്നില്ല. അപ്പോൾ അതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? തിരശ്ചീനമായ ചലനാത്മകത അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ സോഷ്യൽ മൊബിലിറ്റി എന്ന് വിശേഷിപ്പിക്കും. ഇതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്തത് അപ്വാർഡ് മൊബിലിറ്റിയാണ്. അപ്വാർഡ് എന്ന് പറഞ്ഞാൽ എന്താ? മുകളിലേക്ക്. അപ്പോൾ മുകളിലേക്കുള്ള ചലനാത്മകത. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ വെർട്ടിക്കലിൽ മുകളിലേക്കും താഴേക്കും ചലനാത്മകം ഉണ്ടല്ലോ. അതിൽ മുകളിലേക്ക് വരുന്നതാണ് ഇത് അപ്വാർഡ് സോഷ്യൽ മൊബിലിറ്റി എന്ന് പറയുന്നത്. അത് ഒരു മറ്റു മാർഗ്ഗങ്ങളുണ്ടെങ്കിലും ആധുനിക സമൂഹങ്ങളിൽ വരുമാനവും സ്വത്തും സമ്പാദിക്കുന്നതാണ് പ്രാഥമിക പുരോഗതിയായിട്ട് കണക്കാക്കുന്നത്. അങ്ങനെ ജഡ്ജിയോ കളക്ടറോ ആവുക, അപ്പോൾ നമുക്കൊരു ഉയർന്ന പദവിയിലെത്തിയല്ലേ, ഡോക്ടറേറ്റ് ബിരുദം നേടുക, അതൊക്കെ എന്തിന് ഉദാഹരണങ്ങളാണ്? ഈ അപ്വാർഡ് സോഷ്യൽ മൊബിലിറ്റിക്ക് ഉദാഹരണങ്ങളാണ്. ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾ താഴത്തെ സ്ഥാനത്ത്
സ്ഥാനത്ത് നിന്ന് ഉയർന്ന സ്ഥാനത്തേക്ക് മാറുമ്പോൾ അതിനെയാണ് എന്ത് പറയുക, അപ്വാർഡ് മൊബിലിറ്റി അല്ലെങ്കിൽ മുകളിലേക്കുള്ള ചലനാത്മകത എന്ന് പറയുന്നത്. ഇനി ഡൗൺവാർഡ് മൊബിലിറ്റിയാണ്. ഡൗൺവാർഡ് പറഞ്ഞാൽ ഇപ്പോൾ എന്തായിരിക്കും, താഴേക്കുള്ള ചലനാത്മകത. താഴേക്കുള്ള ചലനാത്മകത സൂചിപ്പിക്കുന്നത് ഒരാൾക്ക് തൻ്റെ ഉയർന്ന സ്ഥാനം നഷ്ടപ്പെടുകയും താഴ്ന്ന സ്ഥാനം നേടുകയും ചെയ്യുന്ന അവസ്ഥയെയാണത് സൂചിപ്പിക്കുന്നത്. അതായത് സ്ഥാനത്തിൽ ഗണ്യമായ ഇടിവ് അനുഭവിക്കും. ഇത് അനുഭവിക്കുമ്പോൾ എന്താണ്, ആളുകൾക്കൊരു പക്ഷേ മാനസികമായ പ്രയാസങ്ങൾ വരെ സംഭവിക്കാം, അല്ലെങ്കിൽ അത് ചിലപ്പോൾ ആത്മഹത്യയിലേക്ക് വരെ എത്തിക്കാം എന്നുകൂടി ഇതിൽ പറയുന്നുണ്ട് കേട്ടോ. അതുകൂടി നിങ്ങൾ എസ്സേയൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഏതൊക്കെയായി, ലംബം, തിരശ്ചീനം, അപ്വാർഡ്, ഡൗൺവാർഡ് അല്ലേ. ഇനി അടുത്തതൊന്നാണ് ഇൻ്റർ ജനറേഷണൽ സോഷ്യൽ മൊബിലിറ്റി. അതാണ് ഇൻ്റർ ജനറേഷണൽ സോഷ്യൽ മൊബിലിറ്റി, തലമുറകൾക്കിടയിലുള്ള സാമൂഹിക ചലനാത്മകത. തലമുറകൾക്കിടയിലുള്ള സാമൂഹിക ചലനാത്മകത എന്ന് പറയുന്നത് സോഷ്യൽ മൊബിലിറ്റി ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്കുള്ള കുടുംബാംഗങ്ങളുടെ പദവിയിലെ മാറ്റത്തെയാണ് അത് സൂചിപ്പിക്കുന്നത്. ഉദാഹരണത്തിന് ഒരു കർഷകൻ്റെ മകള് ഒരു മൾട്ടിനാഷണൽ കമ്പനിയുടെ ചെയർമാനായി വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു കർഷകൻ്റെ മകൻ ഒരു മൾട്ടിനാഷണൽ കമ്പനിയുടെ ചെയർമാനായിട്ട് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ടാക്സി ഡ്രൈവറുടെ മകൾ ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിട്ട് വരിക എന്നൊക്കെ പറയുന്നത് എന്താണ്, ഒരു തലമുറ കഴിഞ്ഞ് അടുത്ത തലമുറ വരുമ്പോൾ ആ ഒരു ഗ്രൂപ്പിന് അല്ലെങ്കിൽ ആ ഒരു വിഭാഗത്തിന് ഉണ്ടാകുന്ന മാറ്റമാണ്. അതിനെയാണ് എന്ത് പറയുന്നത്, അങ്ങനെയുള്ള മാറ്റങ്ങളെയാണ് എന്ത് പറയുന്നത്, ഇൻ്റർ ജനറേഷണൽ മൊബിലിറ്റി എന്ന് പറയുന്നത്. അതായത് നിലവിലുള്ള അസമത്വങ്ങളുടെ വ്യാപ്തിയിലേക്ക് കൂടുതൽ ആളുകളെ അങ്ങോട്ട് വെളിച്ചം വീശുന്ന ഒരു ചലനാത്മകതയാണ് ഇത് ഇൻ്റർ ജനറേഷണൽ മൊബിലിറ്റി എന്ന് പറയുന്നത്. ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് അസമത്വങ്ങൾ എത്രത്തോളം കൈമാറ്റം ചെയ്യപ്പെടുന്നു എന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു ചലനാത്മകത കൂടിയാണ് ഇത് ഇൻ്റർ ജനറേഷണൽ മൊബിലിറ്റി എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഇൻട്രാ ജനറേഷണൽ മൊബിലിറ്റിയാണ്. തലമുറക്കുള്ളിലെ ചലനാത്മകത എന്ന് പറയും. ഇൻട്രാ ജനറേഷൻ മൊബിലിറ്റി, തലമുറക്കുള്ളിലെ ചലനാത്മകത. അത് സൂചിപ്പിക്കുന്നത് ഒരു തലമുറയുടെ ആയുസ്സിൽ അങ്ങനെ നിരന്തരം നടന്നുകൊണ്ടേയിരിക്കുന്ന ചലനാത്മകതയാണ്. ഒരു വ്യക്തിയുടെ പ്രായപൂർത്തിയായ കരിയറിനുള്ളിൽ സംഭവിക്കുന്ന സാമൂഹിക മാറ്റം എന്നാണ് ഇൻട്രാ ജനറേഷണൽ മൊബിലിറ്റിക്ക് വാലേസ് കൊടുത്തിട്ടുള്ള നിർവചനം. അപ്പോൾ അതെന്താണ്, ഒരു വ്യക്തി ജനിച്ചത് മുതൽ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളൊക്കെയും എന്താണ്, ഇൻട്രാ ജനറേഷണൽ മൊബിലിറ്റിയാണ്. ഒരു വ്യക്തിയുടെ ജീവിതകാലത്ത് പദവിയിൽ ഉയർന്ന ഘട്ടത്തിലേക്കോ ചിലപ്പോൾ താഴ്ന്ന ഘട്ടത്തിലേക്കോ വരും അല്ലേ. അതൊക്കെ ഇതിൽ ഉൾപ്പെടും, ഇൻട്രാ ജനറേഷണൽ മൊബിലിറ്റിയിൽ വരും. അപ്പോൾ നമ്മൾ ആദ്യം നമുക്ക് ചെറിയൊരു ജോലി, ചെറിയ ശമ്പളത്തിന് ചെറിയൊരു ജോലി കിട്ടിയായിരിക്കുക, പിന്നെ നമുക്കതിൽ നിന്ന് കുറച്ചുകൂടി ഉയർന്ന സ്ഥാനത്തേക്ക് കിട്ടി, ചിലപ്പോൾ നമ്മൾ അവിടെ ആ ജോലി സ്ഥലത്ത് നിന്ന് മാറിയിട്ടുണ്ടാകും, എന്നാലും അതെന്താണ്, ഒരു ഇൻട്രാ ജനറേഷണൽ മൊബിലിറ്റിയാണ് കേട്ടോ. ഇനി മറ്റൊന്ന് സ്ട്രക്ചറൽ മൊബിലിറ്റിയാണ്, ഘടനാപരമായ ചലനാത്മകത. സ്ട്രക്ചറൽ മൊബിലിറ്റി ഒരു വ്യക്തിഗത തലത്തിലോ കൂട്ടായ തലത്തിലോ ഉള്ള ചലനാത്മകതയെ ഘടനാപരമായ ചലനാത്മകത അല്ലെങ്കിൽ സ്ട്രക്ചറൽ മൊബിലിറ്റി എന്ന് വിളിക്കും. ഇങ്ങനെയാണ് ഒരു വ്യക്തിഗത തലത്തിലോ കൂട്ടായ തലത്തിലോ, അതായത് ഒരു കൂട്ടം ആളുകൾക്കോ ഒരു വ്യക്തിക്കോ സംഭവിക്കുന്ന ചലനാത്മകതയെ നമുക്ക് ഘടനാപരമായ ചലനാത്മകത അല്ലെങ്കിൽ സ്ട്രക്ചറൽ മൊബിലിറ്റി എന്ന് വിളിക്കാം. ഘടനാപരമായ ചലനാത്മകത ഒരു തരം ലംബ ചലനാത്മകത തന്നെയാണ്. നമ്മൾ ആദ്യം പഠിച്ച ലംബ ചലനാത്മകതയില്ലേ, അതിൻ്റെ ഒരു രൂപം തന്നെയാണ്. സാമ്യ ശ്രേണിയിലെ തന്നെ മാറ്റങ്ങളാൽ ഉണ്ടാകുന്ന ചലനാത്മകതയാണത് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ കമ്പ്യൂട്ടർ ഇൻ്റർനെറ്റൊക്കെ കണ്ടെത്തിയതോട് കൂടിയിട്ട് നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായില്ലേ. അത്തരത്തിലുള്ള മാറ്റങ്ങളാണ് ഇതിൽ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഘടനയിൽ തന്നെ മാറ്റം വരികയല്ലേ. അങ്ങനെയുള്ള മാറ്റങ്ങളെയാണ് എന്ത് പറയുന്നത്, സ്ട്രക്ചർ എന്ന ഘടന, സ്ട്രക്ചറൽ മൊബിലിറ്റി അല്ലെങ്കിൽ ഘടനാപരമായ മാറ്റം എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഏതൊക്കെയാണ്, വെർട്ടിക്കൽ മൊബിലിറ്റി, ലംബചലനാത്മകത, ഹൊറിസോണ്ടൽ മൊബിലിറ്റി, തിരശ്ചീന ചലനാത്മകത, ഇൻ്റർ ജനറേഷണൽ സോഷ്യൽ മൊബിലിറ്റി, തലമുറകൾക്കിടയിലെ ചലനാത്മകത, ഇൻട്രാ ജനറേഷണൽ മൊബിലിറ്റി, തലമുറകൾക്കുള്ളിലെ ചലനാത്മകത, സ്ട്രക്ചറൽ മൊബിലിറ്റി അഥവാ ഘടനാപരമായ ചലനാത്മകത. ഇതൊക്കെയാണ് വിവിധ തരം ചലനാത്മകതകൾ. ഇനി ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ ഫോർ സോഷ്യൽ മൊബിലിറ്റിയാണ്. അത് ചോദിക്കും, വിച്ച് ആർ ദ ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ ഫോർ സോഷ്യൽ മൊബിലിറ്റി. സാമൂഹിക ചലനത്തിന് കാരണമാകുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? അതിൽ ഒന്നാമത്തത് മോട്ടിവേഷനാണ്, പ്രചോദനം. ആരിൽ നിന്നൊക്കെ നമുക്ക് പ്രചോദനം കിട്ടുന്നതിനനുസരിച്ച് നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യാറുണ്ട്, ഞാനിന്ന് ആ ജോലി ഒന്ന് ചെയ്ത് നോക്കട്ടെ, എനിക്ക് കുറച്ചുകൂടി ശമ്പളം കിട്ടും എന്ന് വിചാരിച്ചിട്ട് നമുക്ക് കിട്ടുന്ന പ്രചോദനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മാറാറില്ലേ. അപ്പോൾ മോട്ടിവേഷൻ. രണ്ടാമത്തത് അച്ചീവ്മെൻറ്റ് ആൻഡ് ഫെയിലിയർ, നേട്ടങ്ങളും പരാജയങ്ങളും. നമ്മളിൽ എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ അത് സ്വാഭാവികമായിട്ട് എന്താണ്, മാറ്റം വരുത്തും. പരാജയങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്താണെന്ന് മാറി ചിന്തിച്ചിട്ട് നമ്മൾ ആ പരാജയത്തിൽ നിന്ന് ഉയർന്ന സ്ഥാനത്തേക്ക് എത്താറില്ലേ. അപ്പോൾ നേട്ടങ്ങളും പരാജയങ്ങളും സോഷ്യൽ മൊബിലിറ്റിക്ക് ഉത്തരവാദികളായിട്ടുള്ള അല്ലെങ്കിൽ അതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. പിന്നെ മറ്റൊന്ന് എഡ്യൂക്കേഷനാണ്.
വിദ്യാഭ്യാസം ഒരു വ്യക്തിയെ അറിവ് നേടാൻ സഹായിക്കുക മാത്രമല്ല, ഉയർന്ന സ്ഥാനങ്ങളിലേക്കുള്ള തൊഴിൽ സ്ഥാനത്തിന് സഹായിക്കുന്ന ഒന്നുകൂടിയാണ്. അപ്പോൾ സോഷ്യൽ മൊബിലിറ്റിയെ സഹായിക്കുന്നതാണല്ലോ എഡ്യൂക്കേഷൻ. അപ്പോൾ മൂന്നാമത്തെ ഘടകം എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ വിദ്യാഭ്യാസം. നാലാമത്തത് സ്കിൽസ് ആൻഡ് ട്രെയിനിങ് ആണ്. എന്ന് പറഞ്ഞാൽ നൈപുണ്യവും പരിശീലനവും. നമ്മളിലുള്ള കഴിവും നമ്മൾ നേടിയെടുക്കുന്ന കഴിവും അതിന് നമ്മൾ പരിശീലിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഒരു പദവിയിൽ നിന്ന് ഉയർന്ന പദവിയിലേക്കും എത്താറുണ്ട് അല്ലേ. അപ്പം സ്കിൽസും പിന്നെ അതേപോലെ തന്നെ ട്രെയിനിങ്ങും അല്ലെങ്കിൽ നൈപുണ്യവും പരിശീലനവും സോഷ്യൽ മൊബിലിറ്റിയെ സ്വാധീനിക്കുന്ന ഘടകമാണ്. അഞ്ചാമത്തത് മൈഗ്രേഷനാണ്, കുടിയേറ്റം എങ്ങനെ സ്വാധീനിക്കുന്നു പറഞ്ഞാൽ നമ്മളിപ്പോൾ നമ്മുടെ രാജ്യത്ത് തൊഴിൽ കുറവായതുകൊണ്ട് അല്ലെങ്കിൽ വരുമാനം കുറവായതുകൊണ്ട് കൂടുതൽ നല്ല വരുമാനമുള്ള ഒരു തൊഴിൽ തേടിയിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, മറ്റ് രാജ്യങ്ങളിലേക്ക് കുടിയേറി പാർക്കാറുണ്ട്, മറ്റ് സംസ്ഥാനങ്ങളിലേക്കും കുടിയേറി പാർക്കാറുണ്ട്. അപ്പോൾ അതെന്താണ്, നമ്മൾ ഒരു സ്ഥാനത്തിൽ മാറ്റം വരുത്താൻ വേണ്ടി ചെയ്യുന്നതായതുകൊണ്ട് മൈഗ്രേഷനും എന്തിനെ സഹായിക്കുന്നുണ്ട്, പിന്നെ സോഷ്യൽ മൊബിലിറ്റിയെ സഹായിക്കുന്ന ഒരു ഘടകമാണ്. ആറാമത്തത് ഇൻഡസ്ട്രിയലൈസേഷനാണ്, വ്യാവസായിക വിപ്ലവം അല്ലെങ്കിൽ വ്യവസായവൽക്കരണം എങ്ങനെയാണ് സോഷ്യൽ മൊബിലിറ്റിയെ സഹായിക്കുക? ആളുകൾ ഗ്രാമങ്ങളിൽ നിന്ന് വ്യവസായശാലകൾ തേടി എന്ത് ചെയ്തിട്ടുണ്ട്, നഗരങ്ങളിലേക്ക് കുടിയേറിയിട്ടുണ്ട്. നഗരവൽക്കരണത്തിൻ്റെ ഫലമായിട്ട് ഫാക്ടറികളിൽ ഒരു പദവിയിൽ കയറി കഴിഞ്ഞാൽ പിന്നെ അടുത്തടുത്തതിലേക്കായിട്ട് ഉയർന്നു പോകാൻ കഴിയും. ജോലിയിൽ സ്ഥിരമായിട്ട് നിൽക്കാത്ത ആളുകളെ അല്ലെങ്കിൽ കൃത്യമായിട്ട് ദിവസം ഹാജരില്ലാത്ത ആളുകളെ അവർ താഴോട്ട് മാറ്റാറുമുണ്ട്. അപ്പോൾ ഇൻഡസ്ട്രിയലൈസേഷനും എന്തിന് സ്വാധീനിക്കുന്ന ഘടകമാണ്, സോഷ്യൽ മൊബിലിറ്റിയെ സ്വാധീനിക്കുന്ന ഘടകമാണ്. ഏഴാമത്തത് അർബനൈസേഷനാണ്, നഗരവൽക്കരണം. ഉറപ്പാണല്ലോ, നഗരങ്ങളിലേക്ക് ആളുകൾ വ്യവസായവൽക്കരണത്തിൻ്റെ ഫലമായിട്ട് കുടിയേറി പാർത്തത് എന്തുകൊണ്ടാണ്, കൂടുതൽ നല്ല അവസരങ്ങൾ തേടിയിട്ടല്ലേ അല്ലേ. അപ്പോൾ നഗരവൽക്കരണവും എന്തിനെ സഹായിക്കുന്നു, സോഷ്യൽ മൊബിലിറ്റിയെ സഹായിക്കുന്നു. അപ്പോൾ 7 ഘടകങ്ങൾ പറഞ്ഞു. എന്തൊക്കെയായിരുന്നു? അതിൽ ഒന്നാമത്തത് പ്രചോദനമാണ്, രണ്ടാമത്തത് ലക്ഷ്യങ്ങളാണ്, മൂന്നാമത്തത് വിദ്യാഭ്യാസമാണ്, നാലാമത്തത് നൈപുണ്യവും പരിശീലനവുമാണ്, അഞ്ചാമത്തത് കുടിയേറ്റമാണ്, ആറാമത്തത് വ്യവസായവൽക്കരണമാണ്, ഏഴാമത്തത് എന്താ പറഞ്ഞ ഏഴാമത്തെ അർബനൈസേഷൻ അല്ലെങ്കിൽ നഗരവൽക്കരണമാണ്. ഇനി എട്ടാമത്തെ ഘടകമാണ് എന്ത്, ലെജിസ്ലേഷൻ, നിയമനിർമ്മാണം. എങ്ങനെയാണ് പുതിയ നിയമങ്ങൾ നടപ്പിലാക്കുന്നത്, സാമൂഹ്യ ചലനാത്മകതയെ സഹായിക്കും. ഇപ്പോൾ ജന്മിത്തം നിർത്തലാക്കിയ ഒരു നിയമം ഗവൺമെൻറ് പാസ്സാക്കി. അപ്പോൾ എന്തായി, ജന്മിത്തം അവസാനിപ്പിച്ചപ്പോൾ കുടിയാൻ കർഷകന്മാരെല്ലാം, അതായത് ഭൂമിയില്ലാത്ത കർഷകരൊക്കെ ഭൂമിയുള്ള കർഷകരായിട്ട് മാറിയില്ലേ. അങ്ങനെ പുതിയ പുതിയ നിയമങ്ങൾ വരുമ്പോൾ അതും എന്തിനിടവരുത്താറുണ്ട്, സാമൂഹിക ചലനാത്മകതയ്ക്ക് ഇടവരുത്താറുണ്ട്. പിന്നെ പൊളിറ്റിസൈസേഷൻ, അതായത് രാഷ്ട്രീയവൽക്കരണം. വിദ്യാഭ്യാസവും ബഹുജന ആശയവിനിമയ മാധ്യമങ്ങളും ആളുകളെ കൂടുതൽ അവരുടെ അവകാശങ്ങളെക്കുറിച്ച് ബോധവാന്മാരാക്കുമ്പോൾ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ അവകാശങ്ങളെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുക. അപ്പോൾ ആ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിൽ ജനങ്ങൾ, അപ്പോൾ അതൊരു വേറൊരു ലെവലിലായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞൊക്കെ ജോലിയിലാണെങ്കിൽ നമുക്ക് കിട്ടേണ്ട കുറേ അവകാശങ്ങൾ നമ്മൾ നേടിയെടുത്തിട്ട് നമ്മളൊരു ഉയർന്ന പദവിയിലേക്ക് എത്തുമ്പോൾ രാഷ്ട്രീയ പാർട്ടികളുടെ പങ്ക് അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രക്രിയകൾ എന്ത് ചെയ്യാറുണ്ട്, നമ്മളെ സ്വാധീനിക്കാറുണ്ട് കേട്ടോ. പിന്നെ 10ാമത്തത് മോഡേണൈസേഷനാണ്, ആധുനികവൽക്കരണം. അതിൽ സംശയമില്ലല്ലോ, ആധുനികവൽക്കരണ പ്രക്രിയ ശാസ്ത്രീയ അറിവും ആധുനിക സാങ്കേതിക വിദ്യയും തന്നെയാണ് ഉൾപ്പെടുന്നത്. അത് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളിൽ എന്തുണ്ടാവും, ഉയർന്ന പദവിയിലേക്ക് അല്ലെങ്കിൽ നമ്മൾ വീടുകളിലൊക്കെ പുതിയ പുതിയ സാധനങ്ങൾ കണ്ടെത്തി അതിനനുസരിച്ച് കൊണ്ടുവന്നിട്ട് നമ്മുടെ ജോലി ഭാരമൊക്കെ കുറച്ചിട്ട് കുറച്ചുകൂടി ഫ്രീ ടൈമൊക്കെ കണ്ടെത്തും. അതും എന്താണ്, ഒരു ഉയർന്ന പദവിയിലേക്കുള്ള നീക്കമാണ്. അപ്പോൾ അതും സോഷ്യൽ മൊബിലിറ്റിയെ സഹായിക്കുന്ന ഒരു ഘടകമാണ്. ഇത്രയാണ് അതിൽ നിന്ന് പ്രധാനമായിട്ട് വരുന്നത്. ഇനി നിങ്ങൾ ചോദിക്കാനുള്ളത് തിയറീസ് ഓഫ് സോഷ്യൽ ചേഞ്ചാണ്. സോഷ്യൽ ചേഞ്ചിനെ, സാമൂഹിക മാറ്റത്തെ സ്വാധീനിക്കുന്ന തിയറികൾ ഏതൊക്കെയാണെന്നുള്ളത് കേട്ടോ. അത് പിന്നെ 6ാമത്തെ ബ്ലോക്കിലുള്ള 2ാമത്തെ യൂണിറ്റ് എന്ന് വരുന്നൊരു ക്വസ്റ്റ്യനാണ്. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട സോഷ്യൽ ചേഞ്ച് തിയറീസ്? ഒന്ന് എവല്യൂഷണറി തിയറിയാണ്, പരിണാമ സിദ്ധാന്തം എന്ന് പറയും. ഈ സിദ്ധാന്തം പൊതുവേ ഡാർവിൻ്റെ സിദ്ധാന്തം, ഡാർവിൻ തത്വം എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. മറ്റൊരു ക്വസ്റ്റ്യനാണ് കേട്ടോ, രണ്ടുകൂടി കൂട്ടിക്കലർത്തി പഠിക്കരുത് കേട്ടോ. പ്രകൃതി നിർദ്ധാരണത്തിലൂടെയാണ് പരിണാമം സംഭവിക്കുന്നത് എന്നാണ് ചാൾസ് ഡാർവിൻ വാദിക്കുന്നത്. ആ ഒരു മൃഗം അതിൻ്റെ ഗ്രൂപ്പിലെ സ്പീഷീസിലെ മറ്റ് അംഗങ്ങളുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ അതിൻ്റെ സ്വഭാവവും കഴിവുകളും ചിലപ്പോൾ വ്യത്യാസപ്പെട്ടിരിക്കും. മറ്റൊരു സ്പീഷീസിലെ അംഗങ്ങളുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ അവരുടെ ചുറ്റുപാടിൽ നന്നായി ഇണങ്ങുന്നവർ അതിജീവിക്കും, അല്ലാത്തത് മരണപ്പെടും അല്ലെങ്കിൽ നശിച്ചു പോകും. ഈ ജൈവ പരിണാമ സിദ്ധാന്തത്തിൽ ആകൃഷ്ടരായ ഒരു കൂട്ടം സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർ രൂപപ്പെടുത്തിയതാണ് ഇത് സോഷ്യൽ ഡാർവിനിസം അല്ലെങ്കിൽ സോഷ്യോളജിയിൽ എവല്യൂഷണറി തിയറി. ഭൂരിഭാഗം സാമൂഹ്യശാസ്ത്രജ്ഞരും കോളനിവൽക്കരണ രാജ്യങ്ങളിൽ നിന്ന് വന്നവരായിരുന്നു. അപ്പോൾ അവർക്ക് എന്ത് ചെയ്തു, കോളനികളിലുള്ള ആളുകളുടെയൊക്കെ സ്വഭാവവും അവരുടെ രീതികളും ഒക്കെ അവർക്ക് പഠിക്കാൻ കഴിഞ്ഞു.
അപ്പോൾ അവർ മനസ്സിലാക്കി. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അവർ മനസ്സിലാക്കിയത് എന്താണെന്ന് വെച്ചാൽ യൂറോപ്യൻ രീതികളാണ് ഏറ്റവും ഉചിതമായത്, ഏറ്റവും നല്ലത്, മറ്റുള്ളവരുടെ കുറേ മോശമായ രീതികളാണ് അല്ലെങ്കിൽ പെരുമാറ്റവും കാര്യങ്ങളൊക്കെ മോശപ്പെട്ടതാണെന്ന് ചിത്രീകരിച്ചത്. എങ്കിലും പോട്ടെ, എന്താണ് അവർ അതിൽ നിന്ന് കുറേ പാഠങ്ങൾ ഉൾക്കൊണ്ടു. അപ്പം ബ്രിട്ടീഷ് സാമൂഹ്യ ശാസ്ത്രജ്ഞനായ ഹെർബർട്ട് സ്പെൻസർ ഓർഗാനിക് അനലോഗി എന്ന് പറയുന്ന ഒരു സാമ്യത എന്ന് പറയുന്ന ഒരു ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന ഒരു തിയറി രൂപപ്പെടുത്തി. സമൂഹം ഒരു ജീവിയെ പോലെയാണെന്ന് അദ്ദേഹം വാദിക്കുകയും ഡാർവിൻ്റെ തത്വമായ കഴിവുള്ളവൻ്റെ അതിജീവനം, സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്, അതായത് ആ പരിസ്ഥിതിക്കിണങ്ങി ജീവിക്കാൻ കഴിയുന്ന നിലനിൽക്കും, അല്ലാത്തത് നശിച്ചു പോകും പറഞ്ഞില്ല, അതാണെന്ത് കഴിവുള്ളവൻ്റെ അതിജീവനം അല്ലെങ്കിൽ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് പറയുന്നത്. അതിനനുസൃതമായിട്ട് സ്പെൻസർ എന്ത് ചെയ്തു, ഒരു സിദ്ധാന്തം രൂപപ്പെടുത്തി. അദ്ദേഹം പരിണാമത്തെ ഒരു ക്രമാനുഗതമായ പ്രക്രിയയായി കണക്കാക്കി പുരോഗമനപരമായ ഒരു രീതിയിൽ അദ്ദേഹം പരിണാമത്തെ കാണുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം എന്ത് പറയുന്നത്, സമൂഹം സൈനിക സമൂഹത്തിൽ നിന്ന് ഇതിലേക്ക് മാറി കൂടുതൽ സങ്കീർണമായ ഒരു ആധുനിക സമൂഹത്തിലേക്ക് സമൂഹം മാറി. അത് ഘട്ടം ഘട്ടമായി നടന്ന ഒരു സംഭവമാണ് ആണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. അങ്ങനെ ആദ്യകാല സൈദ്ധാന്തികരിൽ ഭൂരിഭാഗവും മനുഷ്യ സമൂഹത്തിന് യൂണിലൈനിയർ തരത്തിലുള്ള, അതായത് ഒരേ നേർരേഖയിലുള്ള മാറ്റം മാത്രമാണ് സംഭവിച്ചത് എന്ന് പറയുമ്പോൾ അഗസ്റ്റെ കോംറ്റെ പോലുള്ള ആളുകളാണ് അങ്ങനെ പറയുന്നത്. ഈ എവല്യൂഷണറി തിയറിയിൽ വിശ്വസിക്കുന്ന ആളുകൾ പറയുന്ന ഒന്നാണ്, അങ്ങനെയല്ല, വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നു വന്ന് കൂടുതൽ ലളിതമായ ഒരു ക്രമത്തിൽ നിന്ന് സങ്കീർണമായൊരു ഘട്ടത്തിലേക്ക് എത്തിയതാണ് മനുഷ്യ സമൂഹം എന്ന് വാദിക്കുന്ന ഒരു തിയറിയാണ് എവല്യൂഷണറി തിയറി ഓഫ് സോഷ്യൽ ചേഞ്ച് എന്ന് പറയുന്നത്. സാമൂഹ്യ മാറ്റത്തിൻ്റെ പരിണാമ സിദ്ധാന്തം എന്നത് അതിലേറ്റവും പ്രധാനമാണ് ഹെർബർട്ട് സ്പെൻസറുടെ സോഷ്യൽ ഡാർവിനിസം എന്ന് പറയുന്ന സിദ്ധാന്തം കേട്ടോ. ഇനി മറ്റൊരു തിയറിയാണ് ഡിഫ്യൂഷൻ തിയറി, ഡിഫ്യൂഷനിസ്റ്റ് തിയറി എന്ന് പറയും. ഡിഫ്യൂഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ എന്താണ്, വ്യാപിക്കുക എന്നാണ്. ആധുനിക ലോകത്തിലെ ഏറ്റവും പ്രസക്തമായ സിദ്ധാന്തങ്ങളിൽ ഒന്നാണ് ഡിഫ്യൂഷനിസ്റ്റ് തിയറി എന്ന് പറയുന്നത്. ആശയങ്ങളും സംസ്കാരങ്ങളും ആധുനിക കാലത്ത് വളരെ വേഗത്തിൽ വ്യാപിക്കുന്നുണ്ടല്ലോ. ആഗോളവൽക്കരണത്തിൻ്റെ ഫലമായി ഘട്ടത്തിൽ ജീവിത രീതികളും സംസ്കാരങ്ങളും വരെ ലോകത്തിന് മുമ്പിൽ തുറന്നിട്ട് വെച്ചിരിക്കുകയാണ്. എന്നാൽ ഏത് രാജ്യത്തും കയറാം, ഇറങ്ങാം, ബിസിനസ് നടത്താം, ഒക്കെ ചെയ്യാം അല്ലേ. അപ്പോൾ എങ്ങനെ ആയാലും പെട്ടെന്ന് സംസ്കാരങ്ങൾ വ്യാപിക്കുന്നതിനോട് ഇടവരുത്തും. അങ്ങനെ എന്ത് ചെയ്യുന്നു, സംസ്കാരം ഒരു സമൂഹത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് വ്യാപിക്കുന്നു എന്ന സിദ്ധാന്തമാണ് ശരിക്കും ഡിഫ്യൂഷനിസ്റ്റ് തിയറി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബ്രിട്ടീഷ് സൈദ്ധാന്തികനായ എലിയറ്റ് സ്മിത്ത് നാഗരികതയുടെ വ്യാപനത്തെക്കുറിച്ച് അങ്ങേയറ്റം നിലപാടുള്ളൊരു പണ്ഡിതനായിരുന്നു. അദ്ദേഹം ആധുനിക സമൂഹങ്ങൾ ഇന്നത്തെ അവസ്ഥയിലേക്ക് വികസിപ്പിച്ചെടുത്ത ഒരു പ്രധാന മാർഗ്ഗം വ്യാപനം തന്നെയാണ്, അല്ലെങ്കിൽ ഈ ആഗോളവൽക്കരണത്തിൻ്റെയൊക്കെ ഫലമായിട്ടുള്ള വ്യാപനം തന്നെ. അതായത് പ്രസരണം എന്ന് പറഞ്ഞാൽ എന്താ, ഇങ്ങനെ ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് പിന്നെ അതിൽ നിന്ന് അടുത്തതിലേക്ക് എന്ന രീതിയിൽ ഇങ്ങനെ വ്യാപിച്ച് പോയിട്ട് പ്രസരണം വഴി പുതിയ ആശയങ്ങളും ഭൗതിക മുന്നേറ്റങ്ങളും മറ്റു സമൂഹങ്ങളിൽ എത്തിച്ചേരും. അതുപോലെ തന്നെ മൂല്യങ്ങളും ആശയങ്ങളും വിശ്വാസങ്ങളും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സമൂഹത്തിൽ നിന്ന് മറ്റൊരു സമൂഹത്തിലേക്ക് വ്യാപിച്ചിട്ടാണ് സാമൂഹിക മാറ്റം സംഭവിക്കുന്നത് എന്ന് പറയുന്ന ഒരു സിദ്ധാന്തമാണ് ഡിഫ്യൂഷനിസ്റ്റ് തിയറി. ഇപ്പോൾ 2 തിയറി ആയല്ലോ, എവല്യൂഷണറി തിയറി അഥവാ പരിണാമ സിദ്ധാന്തം, ഡിഫ്യൂഷനിസ്റ്റ് തിയറി അഥവാ വ്യാപന സിദ്ധാന്തം. മൂന്നാമത്തത് ലൈനിയർ തിയറിയാണ്. ഒരൊറ്റ ലൈൻ ഫാഷനിലൂടെ പുരോഗതിയുടെ ദിശയിലേക്ക് സമൂഹം ക്രമേണ മുന്നേറി എന്ന ആശയത്തെ സൂചിപ്പിക്കുന്ന ഒരു സിദ്ധാന്തമാണ് ലൈനിയർ തിയറി എന്ന് പറയുന്നത്. അതായത് സമൂഹങ്ങൾ ഒരു ഘട്ടത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഒരു വരിയിൽ തുടർച്ച, അതായത് ഒരേ രൂപത്തിൽ അങ്ങനെ മാറിയതാണ് എന്ന് പറയുന്ന ഒരു സിദ്ധാന്തമാണ് ലൈനിയർ തിയറി എന്ന് പറയുന്നത്. അതായത് സമൂഹത്തിലെ മാറ്റം പുരോഗതിയുടെയും വളർച്ചയുടെയും ദിശയിലാണ് എന്നാണ് ഇതിൽ പ്രധാനപ്പെട്ടൊരു കാര്യം ഈ സിദ്ധാന്തത്തിൽ. അതുകൊണ്ട് സാമൂഹിക മാറ്റം നാഗരികതയുടെ ഒരു ഉയർന്ന അവസ്ഥയായിട്ടാണ് ഈ സിദ്ധാന്തക്കാർ കണക്കാക്കുന്നത്. രാഗീയ സിദ്ധാന്തത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, അതിനെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ചില ചിന്തകന്മാരുടെ ആശയങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ ആശയങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാലേ നമുക്ക് ലൈനിയർ തിയറിയെക്കുറിച്ച് കൂടുതൽ വ്യക്തമായിട്ട് പഠിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ നമ്മൾ പറഞ്ഞ തിയറികൾ ഏതൊക്കെയാണ്, എവല്യൂഷണറി തിയറി, പിന്നെ ഡിഫ്യൂഷനിസ്റ്റ് തിയറി, ഇപ്പോൾ പറയുന്നത് ലൈനിയർ തിയറി. അപ്പോൾ അതിൽ പ്രധാനികളായ ആളുകളായിരിക്കണം മിഷനറി. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പിന്നെ അഗസ്റ്റെ കോംറ്റയുടെ ലോ ഓഫ് 3 സ്റ്റേജസ് ഉണ്ടല്ലോ, അതാണ് ലോ ഓഫ് 3 സ്റ്റേജസ് എന്ന് പറഞ്ഞാൽ വികാസത്തിൻ്റെ 3 ഘട്ടങ്ങൾ, അത് ഇതിൽ പ്രധാനപ്പെട്ട. അപ്പോൾ കോംറ്റെ ഇതിൽ പ്രധാനിയായിട്ടുള്ളൊരു ചിന്തകനാണ് കേട്ടോ. ഇതിൽ ഇപ്പം നമ്മൾ ഈ പറഞ്ഞ ലൈനിയർ തിയറിയിൽ.
ഇവിടെ യോദ്ധാക്കൾ, മിഷണറിമാർ, കച്ചവടക്കാർ, പര്യവേഷകർ തുടങ്ങിയവരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഇവരിങ്ങനെ കോളനികളിൽ വന്നിട്ടും അല്ലാതെയും വിവിധ സമൂഹങ്ങളുമായിട്ട് ബന്ധം സ്ഥാപിക്കുകയും അത് ഒരേ രീതിയിൽ അവരുടെ സംസ്കാരത്തെ വിവിധ മേഖലകളിൽ എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അതാണ് ഒരേ രീതിയിൽ, ലൈനിയർ രീതിയിൽ അത് പോയിട്ടുണ്ട് എന്നൊരു വിശ്വാസമാണ് ഈ തിയറിയിൽ ഉള്ളത്. ഇനി സൈക്ലിക്കൽ തിയറിയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിയറി തന്നെയാണ് സൈക്ലിക്കൽ തിയറി. ചാക്രിക സിദ്ധാന്തം എന്നാ പറയാം. ചാക്രികം എന്നാൽ അവസാനം ഒരു പുതിയ തുടക്കം കൊണ്ടുവരുന്നു എന്നും പ്രക്രിയ തന്നെ, ഈ പ്രക്രിയ തുടർന്ന പ്രക്രിയ തന്നെ ആവർത്തിക്കും, ഒരു ചക്രം പോലെ കറങ്ങിക്കൊണ്ടിരിക്കും എന്നുള്ള തിയറിയാണിത് ചാക്രിക സിദ്ധാന്തം എന്ന് പറയുന്നത്. സമയമാറ്റത്തിൻ്റെ ചാക്രിക സിദ്ധാന്തം അവതരിപ്പിച്ച ചിന്തകന്മാരിൽ പറയുന്നത് മനുഷ്യ സമൂഹം ചില ചക്രങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട് എന്നാണ്. അവരിൽ ചിലർ ചക്രത്തെ ഒരു മനുഷ്യൻ്റെ ജീവിതചക്രവുമായിട്ട് താരതമ്യം ചെയ്യുകയും ഒരു വ്യക്തി ജനിക്കുന്നു, പക്വത പ്രാപിക്കുന്നു, വൃദ്ധനാകുന്നു, മരിക്കുന്നു, ഈ രീതിയിൽ ഇതിങ്ങനെ ചക്രം കറങ്ങിക്കൊണ്ടേയിരിക്കും എന്നാണ് അവർ പറയുന്നത്. ഇതിൽ പ്രധാനിയായ ഒരു ചിന്തകനായിരുന്നു അൽഫ്രെഡോ പെരേറ്റോ, മറ്റൊരാളായിരുന്നു ഓസ്വാൾഡ് സ്പെംഗ്ലർ, പിന്നെ ആർണോൾഡ് ടോയൻബി മുതലായവർ സൈക്ലിക്കൽ ചിന്താഗതിക്കാരിൽ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ആളുകളാണ് കേട്ടോ. അപ്പോൾ ഇത്രയും തിയറീസാണ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് ഇതിൽ പഠിക്കാനുള്ളത്. ഇനി ഇതിൽ അതായത് ഇത്ര വിശദമായിട്ട് എന്ന് പറയാതെ നമുക്ക് പറയേണ്ടതൊന്നാണത് പിന്നെ സ്ട്രക്ചറൽ ഫങ്ഷനിസ്റ്റ് തിയറി എന്ന് പറയുന്നത് കേട്ടോ. അത് നമുക്ക് വിശദീകരിച്ച് പഠിക്കാനില്ല, പക്ഷേ അങ്ങനെ ഒരു തിയറി കൂടി ഇതിൻ്റെ പിന്നിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കി വെക്കുക. എവല്യൂഷണറി തിയറി, ഡിഫ്യൂഷനിസ്റ്റ് തിയറി, ലൈനിയർ തിയറി, സൈക്ലിക്കൽ തിയറി, 4 നമുക്ക് പഠിക്കാൻ. തിയറീസിന് ഇത് ഒരുപാടുണ്ട് സോഷ്യൽ ചേഞ്ചിൻ്റെ, പക്ഷേ ഇത്രയാണ് നമുക്ക് കാര്യമായിട്ട് പഠിക്കാനുള്ളത്. ഓക്കെ, താങ്ക്സ്. ഇതും കൂടി നിങ്ങളതിലേക്കൊന്ന് ചേർത്ത് വെക്കുക. നാളെ രാവിലെ ഉഷാറായിട്ട് പോയിട്ട് പരീക്ഷ എഴുതുക. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.